ഇതിന് അടിയന്തിരമായിട്ടുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് കൂടി ഉദ്ധരിച്ചുകൊണ്ട് വേണം ഈ ചിന്തക്കുള്ളിലേക്ക് വരേണ്ടത്. നമ്മുടെ രാജ്യമൊരു മതേതരത്വ ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ്. ഈ രാജ്യത്ത് ഒരാൾക്ക് മതവിശ്വാസം വച്ചു പുലർത്താനും നിരീശ്വരനായിരിക്കാനും ഇഷ്ടപ്പെട്ട മതത്തിൽ നിന്നും ആ മതത്തെ വേണമെങ്കിൽ ത്യജിച്ചിട്ട് മറ്റൊന്നിലേക്ക് മാറാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള വിശാലമായ ഒരു ഭരണഘടനയെ ഈ രാജ്യത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഏറ്റവും അടുത്ത കാലത്ത് തൊട്ടടുത്ത കോട്ടയം മെഡിക്കൽ കോളേജിൽ പരിസരത്ത് ക്രിസ്തീയ സാഹിത്യ പ്രചരണം, ലഘുലേഖയുടെ പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ മാനസികവും ശാരീരികവുമായ പീഡയ്ക്ക് വിധേയമാക്കി ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇനി ഇത്തരം നടപടിക്രമങ്ങൾ ആവർത്തിച്ചാൽ സർജിക്കൽ വാർഡിൽ കിടത്തും എന്ന ഭീഷണിയോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ മേലധികാരിയായി പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ ശ്രീ ഹരി എന്ന മാന്യദേഹം മുൻകൈയെടുത്തുകൊണ്ട് നടപ്പിലാക്കിയ മനുഷ്യാവകാശ നിഷേധമായ ഒരു പ്രശ്നത്തോട് ക്രൈസ്തവ സഹജമായ ഒരു പ്രതികരണം നിർവഹിക്കേണ്ടതിനു കൂടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അത്തരമൊരു വസ്തുത കൂടി എടുത്തു പറയേണ്ട ആവശ്യകത കൊണ്ട് അതുകൊണ്ട് അത് പൊതിഞ്ഞു സംസാരിക്കേണ്ട ഒരു വിഷയമായും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് എനിക്കിതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഇനി പ്രവേശിക്കുമ്പോൾ വസ്തുതകൾ നിങ്ങൾക്ക് ബോധ്യം വരും, ബഹുജനങ്ങൾക്ക് ബോധ്യം വരും എന്ന് ഞാൻ കരുതുന്നു. പെന്തക്കോസ്ത് സഭകളെക്കുറിച്ച്, ഞങ്ങളുടെ നടപടിക്രമങ്ങളെക്കുറിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കും വിധമുള്ള പ്രചരണ പരിപാടികൾ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പ്രധാനമായും ഞങ്ങൾ മതപരിവർത്തനം നടത്തുന്നു. രണ്ടാമത്തെ ഒരു ആരോപണം, ഈ മതപരിവർത്തനത്തിനു വേണ്ടി വിദേശ ഫണ്ട് സമാഹരിക്കുന്നു. മൂന്നാമത്തെ ഒരു ആരോപണം, അന്യമതസ്ഥരുടെ വിശ്വാസ സങ്കല്പങ്ങളെ, അവരുടെ ആരാധന രീതികളെ ആക്ഷേപിച്ചു പ്രസംഗിക്കുന്നു. നാലാമത്തെ ഒരു ആരോപണം, അന്യമതസ്ഥരെ ഇങ്ങനെ ആക്ഷേപിക്കുകയും മതപരിവർത്തനമൊക്കെ നടത്തുകയും ചെയ്യുന്നു, അതിന് പ്രതിമാസ ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് ഈ പ്രവൃത്തി ചെയ്യുന്നു. അടുത്ത കാലത്ത് 3 മാധ്യമങ്ങൾ ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്തു, സുവിശേഷകർക്ക് പ്രതിമാസ ശമ്പളം നിലച്ചു, അതുകൊണ്ട് ആലയങ്ങളൊക്കെ പൊട്ടിക്കെട്ടി എന്ന ഒരു സന്തോഷ വാർത്ത കൂടി പ്രസിദ്ധം ചെയ്തുകൊണ്ട് ജന്മഭൂമി പോലെയുള്ള പത്രവും അതുപോലെ ജനം ടിവിയും ഒരു സോഷ്യൽ മീഡിയ അങ്ങനെ യൂട്യൂബ് ചാനലായി പ്രവർത്തിക്കുന്ന മറുനാടൻ മലയാളിയും ഒക്കെ നടത്തിയ ചില വാർത്താ പ്രചരണങ്ങളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതിൻ്റെ നിജസ്ഥിതി പൊതുജന സമൂഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടതിനു വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആദ്യം പറയാം, എന്താണ് ഈ പെന്തക്കോസ്ത്? വാസ്തവത്തിൽ ഞങ്ങൾ കൂടെ പറയാറുണ്ട്, ഇതൊരു മതമല്ല. അതിന് സാങ്കേതിക അർത്ഥത്തിൽ മനപരിവർത്തനം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. എന്താ ഞാൻ വിഭിന്നമായൊരു നിലപാടാണെന്ന് ഈ ഘട്ടത്തിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നതും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും. കാരണം മതമല്ല എന്ന് ഞങ്ങൾ എപ്പോഴും ബോധ്യപ്പെടുത്തുന്നത് ഞങ്ങളുടെ സമൂഹത്തെയാണ്, പൊതുജന സമൂഹത്തെ അല്ല. മതമല്ല എന്ന് പറയാൻ കാരണം, ഞങ്ങൾക്ക് യേശുക്രിസ്തു ഒഴികെ ഒരാചാര്യനില്ല, ഞങ്ങൾക്ക് ഒരു തീർത്ഥാടന കേന്ദ്രമില്ല, ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു നിറത്തോടോ ഒരു കൊടിക്കൂറയോടോ ഏതെങ്കിലും ഒരു പ്രത്യേക മുദ്രാവാക്യത്തോടോ ഒരു രാഷ്ട്രീയ കക്ഷിയോടോ ഒരു പുണ്യ ദിവസത്തോടോ ഒരു വിശേഷ കാലയളവിനോടോ ഒരു നോമ്പാചരണത്തോടോ ഏതെങ്കിലും വിധത്തിൽ പ്രതിപത്തി ഇല്ല. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു നിറത്തോട് ഒരു കൊടിക്കൂറയോട് ഒരു ഭൗതിക മുദ്രാവാക്യത്തോട് ഒരു മാനുഷിക ആചാര്യനോട് ഒരു മാനുഷിക തീർത്ഥാടന കേന്ദ്രത്തോട് വിധേയത്വമില്ലാതെ തികച്ചും വിഭിന്നമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തെ നിങ്ങൾക്ക് മതമെന്ന് വിളിക്കാൻ സാധിക്കുമോ? വേണമെങ്കിൽ അത് ക്രിസ്തീയതയുടെ ഒരു അവാന്തര വിഭാഗമായി പരിഗണിച്ചാൽ മതം എന്ന് പറയുന്നത് തെറ്റല്ല. അതുകൊണ്ട് തന്നെ ഒരു മതമോ ആ മതത്തിലേക്കുള്ള പരിവർത്തനമോ ഒരു അശ്ലീല പദമായി കാണേണ്ടി വരുന്ന അന്തരീക്ഷം ഏതാണ്, അതിൻ്റെ ഘട്ടം ഏതാണ്? അത്തരം ചില വസ്തുതകളിലൂടെ
ഞാനൊന്ന് അടുത്തു വരുമ്പോൾ ഈ രാജ്യത്തിലെ ബഹുമാന്യരായ ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം തികച്ചും പരിവർത്തനത്തിൽ കൂടി തന്നെയാണ് പെന്തക്കോസ്ത് ലോകമെമ്പാടും രൂപവൽകൃതമായിട്ടുള്ളത്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന പോലെ പെന്തക്കോസ്ത് ഉണ്ടായി വന്നത് നിർബന്ധിതമായി ആരെയെങ്കിലും പിടിച്ച് ഈ വിശ്വാസബന്ധാവിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടല്ല. 2005 കൽക്കട്ടയിലെ മുക്തി മിഷനിൽ പെന്തക്കോസ്ത് വിശ്വാസ സംഹിതകളുടെ ഭാരതീയമായ ഒരു ഭാഷ്യം, ഭാരതീയമായ ഒരു ആവിഷ്കാരം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് തുടക്കമിട്ടത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹൈ ക്ലാസ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ബ്രാഹ്മണ വിഭാഗത്തിലെ ചിത് പവൻ ബ്രാഹ്മൺസ് എന്നറിയപ്പെടുന്ന ഒരു ഉന്നത കുലജാതയായ സമൂഹത്തിൻ്റെ ചാതുർവർണ്ണ വ്യവസ്ഥിതിയുടെ മേൽത്തട്ടി നിൽക്കുന്ന, ലോകം പത്മശ്രീ പോലെയുള്ള ആദരവുകൾ കൊടുത്ത് ബഹുമാനിച്ചിട്ടുള്ള പണ്ഡിത രമാബായിയുടെ മുക്തി മിഷനിലാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ബ്രാഹ്മണ്യത്തിൻ്റെയും ജാതി മേൽക്കോയ്മയുടെയും ഒരു ആധിപത്യത്തിൻ്റെ ഇടുങ്ങിയ വീക്ഷണഗതിയിലൂടെ പെന്തക്കോസ്തിനെ നോക്കിക്കാണുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം, പെന്തക്കോസ്തിൻ്റെ ഇന്ത്യൻ ഭാഷ്യം ആവിർഭവിച്ചത് ലോകമേറെ ആദരിച്ച പണ്ഡിത രമാബായിയുടെ മുക്തി മിഷനിൽ. രാജാറാം മോഹൻ റോയിയെ പോലെയുള്ള ആദരണീയരായ ആളുകൾക്ക് സതി പോലെയുള്ള ദുരാചാരങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ പ്രചോദനമായി ഭവിച്ച പണ്ഡിത രമാബായിയുടെ മുക്തി മിഷനിലാണ് ഇന്ത്യയിൽ രേഖാമൂലം പെന്തക്കോസ്ത് സഭകളുടെ ആവിർഭാവം. ആ അർത്ഥത്തിൽ ഇനി കേരളത്തിലേക്ക് വരാം. എല്ലാ വിധത്തിൽപ്പെട്ട ആളുകളെയും ഒരുപോലെ സമാഹരിച്ചുകൊണ്ട് ജാതിക്കും മതത്തിനും മുമ്പ് അവർ ഉൾപ്പെട്ടു നിന്നിരിക്കുന്ന മേഖലയ്ക്കും അവരാരായിരുന്നു എന്ന് ചോദ്യം ചെയ്യാതെ ആത്മീയതയുടെ മണ്ഡലത്തിൽ ആദരിച്ച ഒരു സമൂഹത്തിൻ്റെ പേരാണ് പെന്തക്കോസ്ത് എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയും. അതിന് വ്യക്തമായ ചരിത്രമുണ്ട് ഞങ്ങളുടെ പക്കൽ. ചർച്ചക്കോടുകളുടെ ചരിത്രം എടുക്കുക. കേരളത്തിൽ തദ്ദേശീയനായ ചർച്ചക്കോട് നേതാക്കളുടെ പേരെടുത്താൽ അതിൽ ഊന്നിപ്പറയാൻ പറ്റിയ ഒരു പേര് ART അധീശികത്തിൻ്റെതാണ്. അദ്ദേഹം ഒരു തമിഴ് ബ്രാഹ്മണനായിരുന്നു. തമിഴ് ബ്രാഹ്മണനായ ART അതിശയം ശരവൺ സഭകളുടെ ചരിത്രം എടുക്കുക. അതിന് ആരംഭം കുറിച്ച, അക്കാലഘട്ടത്തിൽ മതേതര വിഷയങ്ങളിൽ ഡോക്ടർ ഓഫ് ഫിലോസഫി PhD കരസ്ഥമാക്കിയ, പിൽക്കാലത്ത് നമ്മളൊക്കെ ശാരോൺ തോമാച്ചൻ എന്ന് വിളിച്ച PJ തോമസിൻ്റെ പിതാവ് ജോൺ അയ്യാപിള്ള സാറായിരുന്നു. ART അതിശയത്തിലൂടെയും ജോൺ അയ്യാപിള്ളകളുടെയും ഈഴവിഭാഗത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച പാസ്റ്റർ PD ജോൺസനെ പോലെയുമുള്ള ആളുകൾ മതപരിവർത്തനം ചെയ്തു തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി വന്നത്. അത് സമ്മതിക്കാൻ ഞങ്ങൾക്ക് മടിയില്ല. മാത്രമല്ല, സമൂഹത്തിൻ്റെ ശ്രേണീനിരയിൽ ഏറ്റവും താഴേക്കിടയിൽ നിന്നും ആളുകൾ പെന്തക്കോസ്ത് സഭകളുടെ നേതൃത്വത്തിലെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ തദ്ദേശീയമായ ഏറ്റവും വലിയ പെന്തക്കോസ്ത് പ്രസ്ഥാനം, ഇന്ത്യയിലെ തദ്ദേശീയമായ ഏറ്റവും വലിയ പെന്തക്കോസ്ത് പ്രസ്ഥാനം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയാണ്. ആ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയെ സുദീർഘ വർഷങ്ങൾ നയിച്ചത് ദലിത് ക്രൈസ്തവനായ PL പരംജ്യോതിയാണ്. അതിൻ്റെ പ്രസിഡന്റായി പിൽക്കാലത്ത് വന്നത് ദലിത് ക്രൈസ്തവനായ, പരിവർത്തിത ക്രൈസ്തവനായ ജോൺ സുന്ദർ റാവു ആണ്. ജോൺ സുന്ദർ റാവുവിനെ പോലെ, PL പരംജ്യോതിയെ പോലെ പ്രമുഖരായ ആളുകൾ സമൂഹത്തിൻ്റെ താഴേത്തട്ടിൽ നിന്ന് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയെ നയിച്ചിട്ടുണ്ട്. സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ നിന്ന് ബ്രാഹ്മൺസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അങ്ങനെ ജാതീയമായ ശ്രേണീ വിഭാഗ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് മനുഷ്യത്വം എന്നൊരു തത്വത്തിലാണ് പെന്തക്കോസ്തിൻ്റെ ആത്മാവ് പരിലസിക്കുന്നത്. അതിൻ്റെ ചിന്തയും ഊർജ പ്രസരണവും മനുഷ്യത്വം എന്നൊരാശയമായതുകൊണ്ട് ആ മനുഷ്യത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രസംഗം മലയാളക്കരയോട് പറയുമ്പോൾ ഒരുപക്ഷെ ഈ ചിന്തകൾ കേൾക്കുന്ന ചിലർക്കെങ്കിലും അത്ഭുതം, ഈ ജോൺ അയ്യാപിള്ള സാറ് നായരായിരുന്നു എന്ന് ആദ്യം അറിയുന്ന പെന്തക്കോസ്തുകാരൻ ഇവിടെയുണ്ട്. ART അതിശയം ഒരു തമിഴ് ബ്രാഹ്മണനായിരുന്നു എന്ന് ആദ്യം മനസ്സിലാക്കുന്ന പെന്തക്കോസ്തുകാർ ഇവിടെയുണ്ട്. PL പരംജ്യോതി ദലിതനായിരുന്നു എന്ന സത്യം ആദ്യം മനസ്സിലാക്കുന്ന പെന്തക്കോസ്തുകാർ ഇവിടെയുണ്ട്. ജോൺ സുന്ദർ റാവു ദലിതനായിരുന്നു എന്ന സത്യം ആദ്യം മനസ്സിലാക്കുന്നവർ ഇവിടെയുണ്ട്. അതാണ് പെന്തക്കോസ്തിൻ്റെ ശക്തി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി എന്ന മനുഷ്യത്വത്തിൻ്റെ ബോധം ഉലകത്തെ പഠിപ്പിക്കുവാൻ, സനാതനവും സത്യസന്ധവുമായി ലോകത്തെ ബോധവൽക്കരിക്കാൻ കാലാതീതനായി പ്രപഞ്ചത്തിൽ അവതരിച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നിർമ്മല സുവിശേഷം കൃത്യതയോടെ സത്യസന്ധതയോടെ അവതരിപ്പിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പേരാണ് പെന്തക്കോസ്ത്.
ഈ പേര് പോലും ഞങ്ങൾക്കിട്ടത് ഞങ്ങളാരുമല്ല. സത്യത്തിൽ ക്രിസ്ത്യാനിച്ചാൽ സംശയിക്കേണ്ടതൊരു മതം തന്നെയാണ്, വിശ്വാസം തന്നെയാണ്. അപ്പോൾ ഒരു ചോദ്യം, ഈ മതപരിവർത്തനം ഒരു അശ്ലീലമതാണോ? അത് മോശപ്പെട്ട കാര്യമാണ്. കേവലം ഒരു ലഘുലേഖ വായിക്കുമ്പോൾ തകർന്നു പോകുന്നതാണ് പെന്തക്കോസ്താകുന്നത് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ഒരു സഹോദരൻ പറയാം, എനിക്ക് നാളെ ക്രിസ്ത്യാനിയാകണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ ക്രിസ്ത്യാനിയാക്കുന്ന ഞങ്ങളല്ല. അതാദ്യം പഠിക്കുക. എന്തിനാ? എൻ്റെ മകൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് 3 മക്കളാണ്. അതിലൊരാളെ പെന്തക്കോസ്തുള്ളൂ, ബാക്കി 2 പേരും ആരാണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ കാരണം ജന്മം കൊണ്ടൊരിക്കലും പെന്തക്കോസ്താവില്ല, കർമ്മം കൊണ്ടും പെന്തക്കോസ്താവില്ല. പിന്നെ എങ്ങനെ ആകുന്നത്? അതുകൊണ്ട് യേശുക്രിസ്തു എന്ന ഒരേ ഒരു രക്ഷകനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ സ്വീകരണം അവൻ നാവിനാൽ ഏറ്റുപറഞ്ഞ് നിമജ്ജന സ്നാനം കൈക്കൊള്ളുന്നതോടുകൂടി മാത്രമേ ഒരാൾ ക്രൈസ്തവനാകുന്നുള്ളൂ. ഞങ്ങളുടെ യോഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ കൈവക്കും സ്നാനമേൽക്കാൻ. ഞങ്ങൾ പിറ്റേന്ന് രാവിലെ അവരെ കൊണ്ടൊന്നും നോക്കുകയല്ല. ഒട്ടേറെ കാര്യങ്ങൾ അതിന് ഈ കോട്ടയം ജില്ലയിലേക്ക് തന്നെ തെളിവെടുത്ത് വരാം. ഇവിടെ ഏറ്റവും വലിയൊരു മാസ് കൺവേർഷൻ സാഹചര്യം ഉണ്ടായിരുന്നത് 1930-കളിലാണ്. ഇന്ന് SRCP കേരളം ഭരിക്കുക. SRCP നമുക്കറിയാമല്ലോ. ഈ SRCP കേരളം ഭരിക്കുന്ന കാലത്ത് ക്രൈസ്തവർ, മുസ്ലിങ്ങൾ, ഈഴവർ, മറ്റു പിന്നോക്കർ അതീവ ഗുരുതരമായ ജീവിത പ്രതിസന്ധിയിൽ കൂടി പോകാം. ജോലികളിലൊന്നും ഈഴവർക്ക് പരിഗണനയില്ലാത്ത കാലം, ചാന്നാർ എന്നറിയപ്പെടുന്ന നാടാർക്ക് പരിഗണനയില്ലാത്ത കാലം, ഒരു തികഞ്ഞ വർഗീയവാദിയായി ഉന്നതരായ സവർണരായ ഹിന്ദുക്കളെ മാത്രം ജോലി സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് SRCP നിലകൊള്ളുക മാത്രമല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും തിരുവിതാംകൂർ വേറൊരു രാജ്യമായി നിലനിൽക്കണമെന്ന് വാദിച്ച കാലത്ത് അതിനെ എതിർത്തവർ ക്രൈസ്തവരാണ്. ഓർത്തു നോക്കണം. വിഘടനവാദവും അഖണ്ഡതയ്ക്കെതിരെ നിലകൊള്ളുന്നവരാ ഞങ്ങളെന്നൊക്കെ പറയുമ്പോൾ ക്രൈസ്തവരന്ന് SRCP എതിർക്കായിരുന്നു. അന്നാരാ SRCPയെ പിന്തുണച്ചതെന്നൊക്കെ ചരിത്ര പുസ്തകം വാങ്ങി പഠിക്കുക. എന്നിട്ട് വാ സംവാദത്തിന്. പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, SRCP ഇങ്ങനെ വീരവാദം മുഴക്കുന്ന കാലത്ത് C കേശവനെ പോലെയുള്ള ഈഴവ സഹോദരന്മാർ, T മാധവനെ പോലെയുള്ള ഈഴവ സഹോദരന്മാർ പൊറുതിമുട്ടി. ഞാനിന്ന് നിങ്ങളുടെ പക്കൽ വേലായുധൻ പണിക്കശ്ശേരിയുടെ കേരള ചരിത്രത്തിൻ്റെ ഉള്ളറകളിലേക്കുന്നൊരു കൃതിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ പുസ്തകം പറയുന്നു, C കേശവനെ പോലെ T മാധവനെ പോലുള്ള ആളുകൾ അന്നെഴുതിയ ലേഖനമുണ്ട്. 18 ലക്ഷം വരുന്ന ഈഴവർക്ക് ഗത്യന്തരമില്ല, ക്രിസ്തുവല്ലാതെ ഗത്യന്തരമില്ല. ഇത് അനിക്കൊടുത്തോടത്തെ പോലെയുള്ള പാസ്റ്റർമാർ എഴുതിയല്ല. സാക്ഷാൽ C കേശവൻ പറയാ, 18 ലക്ഷം ഈഴവർക്ക് ക്രിസ്തുവല്ലാതെ ഗത്യന്തരമില്ല. കാരണം പൊറുതിമുട്ടി. ഈ ഘട്ടത്തിൽ തൊട്ടടുത്ത CMS കത്തീഡ്രലിൽ വന്നു SNDPയുടെ ചർച്ചകൾക്കുള്ളിലെല്ലാം ഉരുത്തിരിഞ്ഞു വന്നൊരാശയം, നമുക്ക് മതപരിവർത്തനം ചെയ്യണം, ഇവിടെ ജീവിച്ചുകൂടാനാവാത്ത സ്ഥിതി, ഏത് മതത്തിലേക്ക് പോകണം? ആളുകൾ 3ആയി വഴിപിരിയാൻ തീരുമാനിച്ചു. ചിലർ പറഞ്ഞു മുസ്ലിങ്ങളാകണം, ചിലർ പറഞ്ഞു ബുദ്ധിസ്റ്റുകളാകണം. ബുദ്ധിസ്റ്റുകളും മുസ്ലിങ്ങളുമാകാൻ ശ്രമിച്ച് ചിലർ ആ വഴി പോയപ്പോൾ മാവേലിക്കരയിലും മറ്റും നിരവധി ഈഴവർ കൺവെർട്ട് ചെയ്ത് മുസ്ലിങ്ങളായി. ഒരു ന്യൂനപക്ഷം മാത്രം ബുദ്ധിസം സ്വീകരിച്ചു. മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കാൻ സന്നദ്ധരായി വന്നപ്പോൾ എന്താ ഞങ്ങൾ പ്രതികരിച്ചത് നിങ്ങൾക്കറിയാമോ? ഇതൊരു മാസ് കൺവേർഷനിലൂടെ നിങ്ങൾ വന്നാൽ ഇതിൻ്റെ മൂല്യം നശിക്കും. ഇത് മതപരിവർത്തനമല്ല. നിങ്ങളുടെ ഉള്ളിൽ മാറ്റമുണ്ടായി ഓരോരുത്തർ ഹൃദയംഗമായി യേശുവിനെ സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ചിന്താധാരയ്ക്ക് കാമ്പും കഴമ്പുമില്ലാതാകും. അങ്ങനെ നിരുത്സാഹപ്പെടുത്തി തിരിച്ചയക്കുകയാണ് ചെയ്തത്. അന്ന് കൈയയച്ചു വിട്ടിരുന്നെങ്കിൽ പിൽക്കാലത്ത് ഞങ്ങൾ അതൊന്ന് വ്യക്തമാക്കി പറയേണ്ടതുണ്ട്. ശ്രദ്ധിക്കണം, ഇന്ത്യ ഒരിക്കലും ഏതെങ്കിലും ഒരു സവിശേഷ മതത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ ഭാഗമായിരുന്നില്ല. ആ സത്യം ഗ്രഹിക്കുക. ഇതാണ് ഇന്ത്യൻ സംസ്കാരം എന്ന് പേരിട്ട് വിളിക്കാൻ കഴിയുന്ന ഒരു സംസ്കാരത്തെ ഭാരത ചരിത്രം ഇന്നുവരെ പുൽകിയിട്ടില്ല. നമുക്ക് നോക്കാം, ഇന്ത്യയുടെ പ്രാക്തനമായ ചരിത്രത്തിൽ ഏതായിരുന്നു ആദ്യമുണ്ടായ ദർശനം? അതേത് ദർശനമാണ് ഇന്ത്യയുടെ ഏറ്റവും പുരാതനം? ചിലപ്പോൾ പാസ്റ്റർമാർ പോലും അറിയാതെ ആർഷഭാരത സംസ്കാരം എന്ന് പറയാറുണ്ട്. ആ പദം തന്നെ തിരുത്തേണ്ടതാണ്. അങ്ങനല്ല ഇന്ത്യയുടെ സംസ്കാരം. ഭാരതീയ സംസ്കാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാക്തന രൂപം, ഏറ്റവും പൗരാണികമായ ദർശനം ചാർവാകൻ്റെതായിരുന്നു.
ഈ ചാറുവാകൻ നിരീശ്വരനായിരുന്നു. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 3 ദർശനങ്ങളാണ് ഉണ്ടായത്, 3 തത്വചിന്തകളാണ് ഉണ്ടായത്. സംസ്കാരങ്ങൾ ഇവിടെ ഒഴുകിയെത്തിയത്. എന്നാൽ സംഭവിച്ചതെന്താ? ഇത്തരം ദർശനങ്ങളുടെ ഭാരതം അനുഷ്ഠിച്ചു പോകുന്ന ഏറ്റവും പൗരാണികമായ ആ സംസ്കാരങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സംഭാവനകൾ നമ്മൾ കണ്ടതെന്ന 1990-കളിൽ 1900-കളിൽ നടന്ന ഗവേഷണങ്ങൾ, പഠനങ്ങളൊക്കെ ലോകത്തെ വിളിച്ചു പറഞ്ഞൊരു കാര്യം, സിന്ധു നദീതടത്തിലും ഹാരപ്പയിലും മോഹൻജോദാരയിലും ഒക്കെ കണ്ട സവിശേഷതയുള്ള സംസ്കാരം, ആ സംസ്കാരം ഭാരതീയതയുടെ ഒരു നിദർശനമായിരുന്നു. ഭാരതീയമായ ആ സംസ്കാരത്തിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു. അത്തരം ഒരു ഘട്ടത്തിൽ ആരാ ഭാരത സംസ്കാരത്തെ തകർത്തത്? മധ്യപൂർവ്വ ദേശത്ത് നിന്ന് പ്രത്യേക ജീവിത സാഹചര്യങ്ങൾ, മരുഭൂമിയുടെ ചുട്ടുപഴുത്ത ജീവിതാവസ്ഥയിൽ കന്നുകാലികളെ മേയ്ക്കാനും ആടുകളെ മേയ്ക്കാനും അത് തൊഴിലാക്കിയ ആര്യന്മാരുണ്ടായിരുന്നു. ഈ ആര്യഗണങ്ങൾ 3ആയി വഴി പിരിഞ്ഞു. അതിലൊരു കൂട്ടർ മെഡിറ്ററേനിയൻ വഴി യാത്ര ചെയ്ത് അങ്ങ് യൂറോപ്പിൻ്റെ ഭാഗത്തേക്ക് നീങ്ങി. യൂറോപ്പിൻ്റെ ഭാഗത്തേക്ക് നീങ്ങിയ മെഡിറ്ററേനിയൻ ആര്യന്മാർ അറിയപ്പെട്ടു ഇൻഡോ യൂറോപ്യൻ. ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്തു? കൈവർച്ചുരം വഴി കാലുതീറ്റാൻ ഇന്ത്യയിലേക്ക് കടന്നു. കൈവർച്ചുരം വഴി കാലുതീറ്റാൻ ഇന്ത്യയിലേക്ക് കടന്ന ആര്യന്മാർ ഭാരതീയമായ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ പൈതൃകത്തെ തകർത്തിട്ട് ഒരധിനിവേശം നടത്തിക്കൊണ്ട് വാസ്തവത്തിൽ ഇന്ത്യ മുഴുവൻ തകർത്തിട്ട് അതിൻ്റെ പാപഭാരമൊക്കെ പാവപ്പെട്ട ഞങ്ങളുടെ തലമേൽ കെട്ടിവെച്ചാൽ അത് ചരിത്രത്തോട് ചെയ്യുന്നൊരു അനീതിയല്ലേ? അതോ നിങ്ങൾക്ക് ചരിത്ര സാക്ഷരതയില്ലാഞ്ഞിട്ടോ തിരിച്ചടിക്കാൻ കെൽപ്പില്ലാത്ത സാധുക്കളുടെ മീതെ സ്വന്തം കുറ്റം പകർത്തി വെച്ചത് കൊണ്ടോ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് സുഹൃത്തെ? അതുകൊണ്ടൊന്ന് പറയാം, ഞങ്ങൾ സുവിശേഷകർ സാധാരണഗതിയിൽ ബൈബിൾ മാത്രം കേന്ദ്രീകരിച്ച് പ്രസംഗിച്ചു ശീലിച്ചവരാണ്. ഇനിമേൽ ഞങ്ങളെ സാധാരണ ഇടങ്ങളിലേക്ക്, ചരിത്രത്തിൻ്റെ അടരുകളിലെ കൃത്യമായ ഇത്തരം വ്യാഖ്യാനങ്ങൾ പ്രചരിപ്പിക്കാൻ ദയവായി ഇറക്കാതിരിക്കുക. അതാണ് ഞങ്ങളുടെ അപേക്ഷ. കാരണം ആ ചരിത്രാവബോധത്തിൻ്റെ വിശദീകരണവും വ്യാഖ്യാനവും നിങ്ങൾക്കത്ര സുഖമുള്ള ഏർപ്പാടായിരിക്കില്ല. അതുകൊണ്ട് ഒറ്റ വാക്കിൽ പറയാം, ഇത്തരം പ്രതികരണങ്ങളെ, ഇത്തരം വഴിതടയലുകളെ ഞങ്ങൾ നേരിടുന്നത് ആയുധം കൊണ്ടല്ല. ഒന്നുകൂടി പറയാം, ലഘുലേഖ കൊടുക്കാൻ വരുന്നവരെ മതപ്രചരണത്തിന് ആ പദം തന്നെ ഉപയോഗിക്കുക. എന്തിനാ അറയ്ക്കുന്നത്? ഇതിനുവേണ്ടി ഇറങ്ങുന്നവരെ വഴിതടയാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ ഭരണഘടന ഉപയോഗിച്ചാൽ നിങ്ങളെ തിരിച്ചു നേരിടാൻ പ്ലാനിട്ടിരിക്കുന്നത്. ബലമുള്ളൊരു ഭരണഘടന ഈ രാജ്യത്തില്ലേ? ഭരണഘടനയിലുള്ളത്തോളം കാലം സുശക്തമായ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന മൗലിക അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തീർച്ചയായും നേരിടാൻ കരുത്തും ആർജവുമുള്ള ഒരു പുതുതലമുറ പെന്തക്കോസ്തിൽ രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന സത്യം ഈ സാക്ഷര നഗരിൽ നിന്ന് ലജ്ജ കൂടാതെ നിങ്ങൾക്ക് വിളിച്ചു പറയാൻ, അതിൻ്റെ ആഴങ്ങൾ ഇറങ്ങിക്കൊണ്ട് ഈ നാടിനെ ബോധവൽക്കരിക്കാൻ ഒരിക്കൽ കൂടി കിട്ടിയ ഒരു മനോഹര അവസരമായി ഞങ്ങൾ ഇതിനെ കാണുന്നു. ഇനി മറ്റൊന്ന്, ഈ ഇന്ത്യ സംസ്കാരങ്ങളെ മുഴുവൻ നമ്മൾ തച്ചുടച്ചു എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ചോദിക്കുക, നമ്മളൊന്ന് അനുവദിക്കുക, ഒരു ദിവസത്തേക്ക് നമുക്ക് ആ പഴയ സംസ്കാരത്തിലേക്കൊന്ന് മടങ്ങിപ്പോയാലോ? ഒരു ദിവസത്തേക്ക് ഇന്ത്യക്കാരന് ധൈര്യമുണ്ടോ പഴയ സംസ്കാരത്തിലേക്ക്? മിഷനറിമാർ വരുന്നതിന് തൊട്ടു മുമ്പുള്ള പഴയ സംസ്കാരത്തിലേക്ക്, കൂമ്പുപാള കൊണ്ട് നഗ്നത മറച്ച പഴയ സംസ്കാരത്തിലേക്ക്, സോദരിമാരുടെ വസ്ത്രധാരണത്തിൻ്റെ ആ പഴയ നിലവാരത്തിലേക്ക് മടങ്ങിപ്പോകാൻ നിങ്ങൾക്ക് ആഹ്വാനം ചെയ്യാൻ ധൈര്യമുണ്ടോ? ഞങ്ങൾ പറയും, ഇന്ന് മലയാളി ആർജിച്ച സകല മാറ്റങ്ങൾക്കും അവൻ വിധേയപ്പെട്ടിട്ടുള്ളത് ഈ പവിത്ര ഗ്രന്ഥത്തോടാണ്, ഈ മനോഹര കൃതിയോടാണ്. ഒന്നുകൂടി പറയട്ടെ, ഈ പ്രശ്നം ഉണ്ടായത് ഇവിടെ മെഡിക്കൽ കോളേജിൽ. ഈ മെഡിക്കൽ കോളേജ് എന്താ? അതെങ്ങനെയുള്ളൊരു സ്ഥാപന പറയേണ്ടതുണ്ട്. ഈ ഇംഗ്ലീഷ് മരുന്നുകൾ, അലോപ്പതി എന്നൊക്കെ നമ്മൾ പറയല്ലോ, ഈ മരുന്നിനെ ഏറ്റവും അധികം എതിർത്ത ആളുകളാരാ? അത് കേൾക്കേണ്ടതുണ്ട്. അതല്പം കൂടെ മുമ്പോട്ടിറങ്ങി പറയാം. 1583 ഒരു ഭാരതീയൻ ആദ്യമായി കേരള ചരിത്രം എഴുതുന്നത്. ഭാരതീയൻ, ഇന്ത്യക്കാരൻ ഒരു കേരള ചരിത്രം എഴുതുന്നത് 1583. അതിനു മുമ്പൊക്കെ സാറ് മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ഐതിഹ്യം കേൾപ്പിക്കുകയായിരുന്നു. ഐതിഹ്യം പാടി അത് കേൾപ്പിക്കുകയായിരുന്നു. ഇതാ ചരിത്രം. ഐതിഹ്യമൊക്കെ നിങ്ങളെടുത്തു,
പരശുരാമൻ കേരളമുണ്ടാക്കി നിങ്ങൾ ചിന്തിച്ചോ? ആ കഥയോടൊന്നും പൊരുത്തപ്പെടാനുള്ള മാനസികാവസ്ഥ എനിക്കില്ല തൽക്കാലം. അതുകൊണ്ട് തന്നെ ഈ കേരളീയൻ രചിച്ച ആ കേരള ചരിത്രം എന്താ? അതൊരു അറബി കൃതിയാണ്, ഒരു മുസ്ലിം സഹോദരൻ എഴുതിയാണ്. സൈനുദ്ദീൻ ഷെയ്ഖ് മക്തൂം, അറബി പേരുണ്ടല്ലോ മക്തൂം. സൈനുദ്ദീൻ ഷെയ്ഖ് മക്തൂമാണ് ആദ്യമായി അറബി ഭാഷയിൽ ഒരു കേരള ചരിത്രം എഴുതുന്നത്. അത് കേവലം 36 വർഷത്തെ അദ്ദേഹത്തിൻ്റെ അധ്വാനമാണ്. അദ്ദേഹം ഒന്നെഴുതിയ കേരള ചരിത്രത്തിൽ രസകരമായൊരു കാര്യമുണ്ട്. അത് പലതും ഒരു പൊതുജന സമക്ഷം പ്രസംഗിച്ചു കിട്ടാം. ജാതിമത ഭേദമന്യേ അന്നിവിടെ നടന്നൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം എന്താ? പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി, വയസ്സറിയിച്ച ഒരു പെൺകുട്ടി, ഈ പെൺകുട്ടിക്ക് കെട്ടുകല്യാണം എന്ന പേരിൽ ഒരു ആചാരമുണ്ട്. കെട്ടുകല്യാണം. എന്താ കെട്ടുകല്യാണം? ഇപ്പോഴും ആൾ ചോദിക്കാറുണ്ട്, കെട്ടുകല്യാണം എന്നാ? ചോദിക്കല്ലേ, വളരെ മോശമാണ് ചോദിക്കുന്നത്. എന്താ കെട്ടുകല്യാണം? ഈ പെൺകുട്ടിയെ, ഇത്തരം പ്രായമായ പെൺകുട്ടികളെ നിരത്തിയിരുത്തിയിട്ട് ഇവർക്കെല്ലാം വേണ്ടി ഒരു വരനെ കണ്ടുപിടിച്ച് ഇയാൾ ഇവരെല്ലാം കഴുത്തിൽ താലി കെട്ടും. ജാതി മതഭേദം തന്നെയാണെന്ന കാര്യമാണ്. ഈ താലികെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ മനുഷ്യൻ ഇവിടെ ഭർത്താവായിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. അവൻ ആ ഫീസും മേടിച്ചങ്ങ് പോവാം. ആ പ്രോഗ്രാമിന് ഒന്നേ ഉള്ളൂ, അവൻ ആ ഫീസും കഴിഞ്ഞു പോന്നു. ഈ പെൺകുട്ടിക്ക് പിറ്റേന്ന് മുതൽ ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം അവൾക്കിഷ്ടപ്പെട്ട തരത്തിലുള്ള ജീവിതം നയിക്കാം. നിയമപരമായിട്ടൊരു വ്യഭിചാരം നടത്താനുള്ള അനുമതിയാണ് ചുരുക്കത്തിൽ കെട്ടുകല്യാണം. അതൊന്ന് വ്യക്താക്കാനുണ്ട്. മതപരിവർത്തനം പറയണമല്ലോ എന്താണ്, അതൊന്ന് വ്യക്താക്കാനുണ്ട്. പിറ്റേന്ന് മുതൽ അവളുടെ അരികിൽ വരുന്ന ആളുകൾക്ക്, പുരുഷന്മാർക്കൊരു നിബന്ധനയുണ്ട്. അവൾ ഏത് കുലത്തിൽപ്പെട്ടവളോ അവളെക്കാൾ കൂടിയ ആളായിരിക്കണം, ജാതീയമായി കൂടിയ ആളായിരിക്കണം ഈ വരുന്നത്. അവർക്ക് നമ്മൾ ഈ ചാപ്പൽ സർവീസിലൊക്കെ ലിസ്റ്റ് ഇടുന്ന പോലെ വരുന്ന ആളുകൾക്ക് ഒരു ടൈം വെച്ചിട്ടുണ്ട്. ഇന്ന് 12 മണി മുതൽ നാളെ 12 മണി വരെ ഒരാളുടെ ഊഴം, അതിൽ പോയി കഴിഞ്ഞ് മറ്റൊരാളുടെ ഊഴം. ഇത്തരം അംഗീകൃത വ്യഭിചാരം നടന്ന സ്ഥലത്ത് ഇവൾ എത്ര പുരുഷനോട് ഇടപഴകിയോ അതൊക്കെ പെണ്ണിൻ്റെ കുലീനത്വമായിരുന്നെന്ന്, ഒരു കുലീന യുവതിയുടെ ലക്ഷണമായിരുന്നത്. ആ സംഭവം അങ്ങനെ നിൽക്ക ചെയ്ത് അതിന് മറുവശത്തൊരു കാര്യമുണ്ട്. ഒരു പുരുഷൻ എത്ര സ്ത്രീയും വിവാഹം കഴിക്കാം, എത്ര സ്ത്രീയും, നിയമവ്യവസ്ഥയില്ല. ഒരു സ്ത്രീക്ക് എത്ര പുരുഷനെ വിവാഹം കഴിക്കാം. ഈ പ്രശ്നങ്ങളൊക്കെ നിൽക്ക ചെയ്ത് മതപരിവർത്തനം ഇതിൻ്റെ ഇടയിൽ എങ്ങനെയാ ഞങ്ങൾ വിജയിപ്പിച്ചെന്നൂടെ പറയാനുണ്ട്. അന്ന് പുരുഷൻ്റെ അവസ്ഥ, ഒരു പുരുഷനും മുടി വളർത്താൻ പറ്റില്ല, എല്ലാവരും ഈ കുടുമി ധരിക്കണം. ആഢ്യന്മാരൊക്കെ കുടുമി ധരിക്കുന്നത് കുടുമിക്കൊരു മഹത്വമുള്ളത് കൊണ്ടാണെങ്കിൽ ഈഴവരും ദലിതരും കുടുമി ധരിച്ചത് ഈ മുടി വെട്ടാൻ ആളെ കിട്ടത്തില്ല. അതാണ് അയിത്തം കാരണം. ഈ മുടി വെട്ടാൻ അല്ല, അവർ പരസ്പരം വെട്ടണം, അതിനുള്ള ക്ഷമയില്ല. അതുകൊണ്ട് അവനും അത് തലയിൽ ഇങ്ങനെ കെട്ടിവെക്കും. ശാനപ്പെടാൻ വന്ന ആളുകളോട് സായിപ്പ് പറഞ്ഞു, ഇത് വലിയ കട്ടിയുള്ള ജീവിതമാണ്, കാരണം നിങ്ങൾക്ക് 4 ഭാര്യയില്ലേ, ഈ 4 ഭാര്യയായിട്ട് നിങ്ങൾക്ക് പെന്തക്കോസ്ത് ആകാൻ പറ്റില്ല. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനൊരു പെൺകുട്ടിയില്ലേ, അവളുടെ ഈ ജീവിതചര്യയായിട്ട് നിങ്ങൾക്ക് പെന്തക്കോസ്ത് ആകാൻ പറ്റില്ല. വളരെ വേദന നിറഞ്ഞൊരു സംഭവം ഈ തിരുനക്കര ഉണ്ടായി അന്നത്തെ ചരിത്രത്തിൽ. ഈ കാവാലം ഭാഗത്തുള്ള ഒരു മനുഷ്യൻ, അയാൾക്ക് 2 ഭാര്യമാരാ. അദ്ദേഹത്തോട് ഞങ്ങൾ പ്രസംഗിച്ചു. അന്നത്തെ ഞങ്ങളുടെ പൂർവികർ പ്രസംഗിച്ചിട്ട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കൂടെ നാളെ മുതൽ സഹവാസമെങ്കിൽ ഇതിലൊരാളെ ആകാവൂ. ഇദ്ദേഹത്തിനൊരു ആശങ്ക, ഇതിൽ ആര് വേണം? കാരണം ഒരാൾ നല്ല സുന്ദരിയും ആരോഗ്യവതിയുമായ ഒരു സ്ത്രീയാണ്, ഒരാൾ രോഗിയാണ്. പക്ഷേ സായിപ്പിനെ അമ്പരപ്പിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞു, രോഗിയും സാധുവുമായ ആ സ്ത്രീയെ മതി. സായിപ്പ് അമ്പരന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? പറഞ്ഞ കാരണം, സുന്ദരിയും യൗവനക്കാരിയെ അവൾക്ക് മറ്റൊരു ഭർത്താവിനെ കിട്ടും. എവളെ ഇനി ആര് നോക്കാനാ? ഞാൻ നോക്കിക്കോളാം. സായിപ്പ് അത് കേട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ച് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കരഞ്ഞ് തൊട്ടടുത്ത ജലാശയത്തിൽ മുക്കിപ്പൊക്കി അതിനു മുമ്പേ കുടുമിയൊക്കെ കളഞ്ഞ്, പുകവലിക്കരുത്, മോഷ്ടിക്കരുത്, തെറി പറയരുത്, അനാശാസ്യ ജീവിതം നയിക്കരുത്, ഇതെല്ലാം ഉറപ്പാക്കിയിട്ടേ ഈ വെള്ളത്തിലിറക്കൂ. എന്ത് കട്ടിപ്പണിയാന്നോർത്തേ. ആശുപത്രി കൊണ്ടൊരു ലഘുലേഖ കൊടുക്കുമ്പോഴേക്ക് നിങ്ങളറിയുന്നുണ്ടോ മതപരിവർത്തനം ഇത്ര സങ്കീർണമായൊരു പ്രക്രിയയാണെന്നുള്ള കാര്യം? അത് ലളിതമല്ല. അല്പം കൂടെ പറയട്ടെ.
അതുവരെ നമ്മുടെ ഭാരതം കണ്ട ചികിത്സ എന്താ? കേരളം കണ്ട ചികിത്സ ആയുർവേദമാണ്. എന്തായിരുന്നു ആയുർവേദം? അത് ചെയ്യാനും പ്രവർത്തിക്കാനുമൊക്കെ ഇവിടെ അധികാരം ബ്രാഹ്മണസിനുള്ളൂ. പിന്നീട് ഇത് നിയമം വഴി ക്രൈസ്തവർക്ക് നൽകി. ആയുർവേദ പോലെയുള്ള ചികിത്സകൾ ചെയ്യാൻ അനുമതി കൊടുത്തു. ചികിത്സകൾ ചെയ്യാൻ അനുമതി കൊടുത്തുകൊണ്ടായി ക്രൈസ്തവരിൽ ആയുസിൽ പച്ചമരുന്ന് കാണാത്ത ക്രിസ്ത്യാനിക്കും മാത്യു വൈദ്യൻ എന്നൊക്കെ പേരുണ്ടായത്. ഒരു ചികിത്സയും ചെയ്തിട്ടല്ല, ഒരു പദവിയായിരുന്നത്. പച്ചമരുന്ന് പറിച്ച ശീലം പോലും മാത്യു വൈദ്യനും വർഗീസ് വൈദ്യനും ഒന്നുമില്ല, ഒരു പദവി എടുത്താണ്. അപ്പം ഇതുപോലെ അതിന് തൊട്ടുമുമ്പ് വരെയുള്ള സ്ഥിതി എന്താ? ഈ ചികിത്സക്കിരിക്കുന്ന ആള് ബ്രാഹ്മണാണ്. ആ ബ്രാഹ്മണൻ്റെ അരികിൽ നിന്ന് ചില അകലങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ അകലം ശൂദ്രപ്പാട് എന്ന് പറയുക. ശൂദ്രൻ എന്ന് വിളിക്കുന്നത് ഇത് നമ്മൾ നായർ എന്ന് വിവക്ഷിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പേരാണ്. ശൂദ്രപ്പാട് അകലം നിൽക്കണം. അദ്ദേഹത്തിൻ്റെ അകലം കഴിഞ്ഞിട്ട് അത് അധികം അല്ല, അടുത്ത് തന്നെയാണ്. അവിടുന്ന് തീയപ്പാട് അകലമുണ്ട്. ഒരു തീയൻ നിൽക്കേണ്ടത് 30 അടി കൂടി അകലെയാണ്. അവിടുന്ന് വീണ്ടും പുലക നിൽക്കേണ്ട അകലുണ്ട്. അതിന് ചെറുമപ്പാട് എന്ന് പറയുക. അവിടുന്ന് ഒരു 34, ആകെ 64 അടി അകലം വരും. അവിടെ നിന്ന് പറയാൻ നിൽക്കേണ്ട അകലുണ്ട്. അതൊരു 10 അടി കൂടി അപ്പുറത്താണ്. അവിടുന്ന് വീണ്ടും നായാടി നിൽക്കേണ്ട അകലുണ്ട്. അതിന് 20 അടി കൂടി അപ്പുറത്താണ്. ഇതെന്തിനാ ഇത്ര അകലം ഇവർ തന്നെ വെച്ചിരിക്കുന്ന അറിയണ്ട? തനിക്ക് താഴെ ആരോ ഉണ്ടല്ലോ എന്നൊരു ആത്മസുഖം അവൻ അനുഭവിച്ചോട്ടെന്ന് ഓർത്താ. വലിയ പ്രശ്നം ഉണ്ടാക്കല്ലേ. തനിക്ക് താഴെ ആരൊക്കെയോ തനിക്ക് ചവിട്ടാൻ പാകത്തിന് കുറേ പേരുണ്ടല്ലോ, ഈ ആനന്ദ നൃത്തത്തിൽ ആറാടിക്കോട്ടെ, ഈ ഒരു സന്തോഷം ചെയ്താ. ഇന്നായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സമ്മേളനം വെച്ചാൽ ഇങ്ങനെ അകലം പാലിച്ചാ നമ്മൾ ഇരുന്നതെങ്കിൽ ഈ സ്റ്റേഡിയം തികയോ? ഈ അകലം പാലിച്ചിരുന്നേ അല്ല, സാധിക്കുമോ? ഇതൊക്കെയല്ലേ ഞങ്ങൾ വരുത്തിയ മാറ്റം. അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെയല്ലേ ഞങ്ങൾ മാറ്റി പൊളിച്ചെഴുതിയത്. ഇതൊക്കെയാണ് ഞങ്ങൾ മാറ്റിയതെന്ന് നിങ്ങൾ പരിഭവിക്കുന്നെങ്കിൽ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ധിക്കാരം നിങ്ങൾ പറയുന്നെങ്കിൽ, ഇത്തരം ധിക്കാരങ്ങൾ ഞങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഇത് തുടർന്നുകൊണ്ടിരിക്കും. അതിലൊന്നും വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. അത് മനുഷ്യത്വരല്ല, അതാണ് കാര്യം. അടുത്തൊന്നുകൂടി, ഞങ്ങൾ ഈ മുടി മുറിച്ചോടുകൂടി ആൾക്ക് മനസ്സിലായി മുടി നീട്ടേണ്ടത് സ്ത്രീയും അത് മുറിക്കേണ്ടത് പുരുഷനാണെന്ന് അറിയിച്ചപ്പോൾ ലോകം മൊത്തം അനുകരിച്ച ആരെയാ? അത് ഞങ്ങളെയാ. ലോകം മൊത്തം അനുകരിച്ച ആരെയാ? മുടി മുറിച്ച പുരുഷനെ തന്നെയാ. ഇതാരും പറഞ്ഞിട്ട് ചെയ്താണോ? ഇത് നിർബന്ധിച്ചൊന്നും ചെയ്തല്ല. ഇത് കണ്ടപ്പോൾ തോന്നി ഇതാ അതിൻ്റെ ശരിയായ രീതി എന്ന് തോന്നിയപ്പോൾ നിങ്ങളടക്കം മുടി മുറിച്ചു. മനസ്സിലാകുന്ന പറഞ്ഞേ. അപ്പം ഞാനിത് എന്തിനാ ഇങ്ങനെ പറയുന്നേ? അത് ബോധ്യപ്പെടാനുണ്ട്. ഒരു കാര്യം ഉറപ്പിക്കണം, ഞാൻ ഈ രാജ്യത്തിലെ ഹൈന്ദവ സ്നേഹിതന്മാർക്ക് വിപരീതമായിട്ടല്ല പറയുന്നത്. അതിൽ കുറേ തീവ്രവാദികളുണ്ട്, അവർ മനസ്സിലാക്കണം, അതേ ഉള്ളൂ. ഹൈന്ദവർ ഞാൻ പരിചയപ്പെട്ടിടത്തോളം മഹാഭൂരിപക്ഷവും നല്ല മനുഷ്യരാണ്. ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം അവർ നമ്മുടെ സഹോദരന്മാരാണ്. യാതൊരു വിധത്തിലും അവരുടെ മതാചാരങ്ങളോ വിശ്വാസങ്ങളോ ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നതല്ല. പക്ഷെ അതിൽ ഒരു തീവ്രതയുടെ നിലം കലർത്തിക്കൊണ്ട് മറ്റാരും ഇവിടെ ജീവിക്കേണ്ട എന്ന ഒരു ദുശാഠ്യം വെച്ച് പുലർത്തുന്ന ചില സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ചില തിരുത്തലുകൾക്ക് വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നത്. കണ്ടു പറയട്ടെ, മെഡിക്കൽ കോളേജിലാണല്ലോ ഈ സംഭവം നടന്നേ. അന്ന് ഒരു ഈഴവനോ ഒരു ദലിതനോ ചികിത്സ ആവശ്യമായി വന്നാൽ അങ്ങ് ദൂരെ പോയി മാറി ഇരുന്നു കൊണ്ട് അവിടുന്ന് വിളിച്ചു പറയും രോഗം ഇന്നതാണ്. ഈ കയ്യാൾ അടുത്ത് വന്ന് ചോദിക്കും എന്താ പറ്റിയ? ഇന്നതാ. ആ ശരി. അവിടുന്ന് പറയും ഗുളികയും മരുന്നും എല്ലാം കൊടുത്ത് കൈമാറി ഇതവിടെ എത്തും. പണം അവിടെ വെച്ചിട്ട് പോകണം. പണം കൈമാറി ഇങ്ങ് വരും. അതിന് പ്രത്യേകിച്ച് അശുദ്ധിയൊന്നുമില്ല. അന്നും അശുദ്ധിയില്ലാത്ത രണ്ട് കാര്യം, ഈ പണത്തിനും സ്ത്രീക്കും പ്രത്യേകിച്ച് അശുദ്ധമൊന്നും ഉണ്ടായില്ല. അതായിരുന്നൊരു സത്യം. പറഞ്ഞു വന്നിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ എൻ്റെ ധാർമ്മിക ബോധമൊന്നും അനുവദിക്കുന്നില്ല. അതുകൊണ്ട് പറയട്ടെ, ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ടവന് ചികിത്സയില്ല, മുസ്ലിമിന് ചികിത്സയില്ല, ക്രിസ്ത്യാനിക്ക് ചികിത്സയില്ല. ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ചെയ്ത് പതുക്കെ മന്ത്രവാദം തുടങ്ങി. അങ്ങനെ നമുക്ക് കടമറ്റ അച്ഛനും ഒക്കെ ഉണ്ടായത് മന്ത്രവാദത്തിലേക്ക് തിരിഞ്ഞു. അതെന്നെ ഇവിടെ തന്നെ സംഭവിച്ചേ. ക്രിസ്ത്യാനി അടക്കം പോയിരിക്കുകയാണ്. അസുഖം വരുമ്പോൾ മന്ത്രവാദിയെ കാണാൻ. അങ്ങനെ ആ മരുന്നും മന്ത്രവും എന്നൊരു പ്രയോഗം ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച മരുന്നും മന്ത്രവും അങ്ങോട്ട് പോയി. ഇതൊക്കെ മാറ്റിയത് കേണൽ മൺറോ ദിവാനായി അധികാരമേറ്റ കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാന കാലഘട്ടത്തിലാണ്. അന്നെന്താ വന്നേ? നമ്മുടെ അവസ്ഥ കണ്ടിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് മരുന്നുകളും ചികിത്സയും അനിവാര്യമാണ് എന്ന് വന്നപ്പോൾ
ശക്തമായിട്ടിറങ്ങിയ ആളുകൾ അന്ന് തെരുവിൽ ഇത് വേണ്ട. സായിപ്പ് എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ ഡോക്ടർമാരെ ഇറക്കി. ഡോക്ടർ നോർട്ടൺ, ലേഡി നോർട്ടൺ, നഴ്സുമാരുമൊക്കെ വന്ന് ഈ കൈക്കുടലുമൊക്കെ പിടിച്ചിരിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ആളുകളിങ്ങനെ അത്ഭുതപ്പെട്ടു. അവർ ഈ തീണ്ടപ്പാടും ഒക്കെ പാലിച്ച് ഇങ്ങനെ 34 അടിയൊക്കെ നിൽക്കുമ്പോൾ നേഴ്സ് കൊണ്ട് ഇവിടെ നിന്ന് വിളിച്ചു. പേര് വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വാ, എന്താ രോഗം? ഇന്നതാ. അവൾ ഈ പൾസൊക്കെ പിടിച്ച് കാര്യങ്ങളൊക്കെ എഴുതി നമ്മുടെ നാവിൽ വെക്കാൻ അവളുടെ കയ്യിലിരുന്ന ആ സംവിധാനം ഉണ്ടല്ലോ, ഇന്നത്തിൽ നിന്നൊക്കെ പ്രാകൃതമാണ്, തെർമോമീറ്റർ, ഇതൊക്കെ വെച്ചിട്ട് ചൂട് പരിശോധിച്ച് അതിൽ ലായനിയിൽ മുക്കി ഒന്ന് കുടഞ്ഞിട്ട് നമ്പൂതിരിയുടെ നാവിൽ വെച്ച് അതേ സാധനം ഈഴവൻ്റെ നാവിലും വെച്ചു, അതേ സാധനം നായാടിയുടെ നാവിലും വെച്ചു. ഇവിടേക്ക് പോകാൻ വരട്ടെ. അപ്പോഴേക്ക് ഈ അശുദ്ധിയുടെ ആധിക്യം കൊണ്ട് ആളുകൾ ഇങ്ങനെ പൊളയുന്നുണ്ട്. കുറേ ഡോക്ടർ ഇങ്ങോട്ട് വന്നിട്ട് ഈ സ്റ്റെതസ്കോപ്പില്ല കയ്യിലെ, അതിലത്ത് ഓരോരുത്തരും നിർത്തി ഇങ്ങനെ കുത്തി അടുത്തവനെ കുത്തി പോകുമ്പോൾ ആദ്യന്മാരിങ്ങനെ വെച്ച് കഴുകുന്നില്ലേ, മാറി അങ്ങോട്ട് മാറി നിൽക്കുക. ഈ സ്റ്റെതസ്കോപ്പ് കൊണ്ട് ഇങ്ങനെ മാറി കുത്തിയപ്പോൾ ഞാൻ പറയും, കമ്മ്യൂണിസ്റ്റുകാർ, വാസവ സാർ ഇല്ല പോയല്ലോ, കമ്മ്യൂണിസ്റ്റുകാർ അരിവാൾ കൊണ്ട് ചെയ്ത വിപ്ലവത്തെക്കാൾ വലുതാ ഡോക്ടർ സ്റ്റെതസ്കോപ്പ് കൊണ്ട് ചെയ്തേ. ജാതി മാറ്റിയ ഉപകരണമായി സ്റ്റെതസ്കോപ്പ്, വംശീയതയ്ക്കെതിരെ നിലപാടെടുത്ത ഉപകരണമായി സ്റ്റെതസ്കോപ്പ്. അന്നതിനെ എതിർത്ത ആളുകളാ ഇന്ന് നമ്മളെ വഴി തടയുന്ന, അവിടെ കൊണ്ടിട്ട് ആട്ടി കൊടുക്കലെന്ന്, ആ പരിസരം വരിയേ പോകരുതെന്ന് തിട്ടൂരം കൽപ്പിച്ച് നാട് കടത്താൻ ശ്രമിക്കുന്നത്. എന്തൊരു മോശ. ചുരുക്കത്തിൽ ഇപ്പം ഞങ്ങൾ കൊണ്ടുവന്ന സംസ്കാരങ്ങളെ മുഴുവൻ എടുത്തിട്ട് ഇനിയും നമ്മൾ പോകണോ? ഇനി എങ്ങോട്ടാ പോകണ്ട? ചുരുക്കത്തിൽ ആധുനിക വിദ്യാഭ്യാസം ഇതൊക്കെ കൊണ്ടുവന്ന ആരാ ഈ രാജ്യത്ത്? അതുവരെയുള്ള സ്ഥിതി എന്താ? ഇവിടെ ആളുകൾ പഠിച്ചും ഗ്രഹിച്ചും വച്ചത് സംസ്കാരം എന്ന് പറയുന്നത്, അറിവ് എന്ന് പറയുന്നത് സംസ്കൃതം പഠിക്കാനുള്ള ഒരാളുടെ കഴിവാണ്. സംസ്കൃതം പഠിക്കാനുള്ള കഴിവ് അറിവാണെന്ന് ധരിച്ച ഇടത്ത് നിന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലോകത്തെ എങ്ങനെ മുമ്പോട്ട് നയിച്ചു നിങ്ങൾക്കറിയാമല്ലോ. ശാസ്ത്രം ലോകത്തെ എങ്ങോട്ട് മുന്നോട്ട് നയിച്ചു നിങ്ങൾക്കറിയാമല്ലോ. അവിടെ സുഹൃത്തുക്കളെ പറയട്ടെ, പെന്തക്കോസ്തും ക്രിസ്തീയ വിശ്വാസവും ഇവിടെ പലരും കാണുന്നത് പോലെ അശാസ്ത്രീയമായി ഒന്നല്ല. ലോസ് പാരഡൈസ് എഴുതിയ മിൽട്ടൺ ഉണ്ടല്ലോ, ആ മിൽട്ടൺ പെന്തക്കോസ്തായിരുന്നു. പ്രസിദ്ധങ്ങളായ തത്വചിന്തകൾ ലോകത്തിന് കൊടുത്ത പലരും പെന്തക്കോസ്തായിരുന്നു. റോബർട്ട് ബ്രൗണിംഗ് പെന്തക്കോസ്തായിരുന്നു. ഐസക് ന്യൂട്ടൺ പെന്തക്കോസ്തായിരുന്നു. പാട്ടുപാടി ആത്മാവിൽ ആരാധിച്ച് അന്യഭാഷ പറയുന്ന ആളായിരുന്നു സർ ഐസക് ന്യൂട്ടൺ. ലോകത്തെ ശാസ്ത്രവും തത്വചിന്തയും പഠിപ്പിക്കുന്നതിൽ, ചരിത്രം പഠിപ്പിക്കുന്നതിൽ ഞങ്ങൾ കാട്ടിയ ആർജവും അവബോധവുമുണ്ട്. അതുകൊണ്ട് ഇന്നും ഞങ്ങൾ ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നു, ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ പ്രീമൈസിലേക്ക് വന്ന് ഏത് ലഘുലേഖയിലാണ് അതുള്ളത്? ഇത് വ്യാജമായൊരു പ്രചരണമാണ്. ഈ പ്രചരണത്തിനൊരു കാരണമുണ്ട്, അതുകൂടി പറഞ്ഞ് ഞാൻ ഉപസംഹരിച്ചുകൊള്ളാം. ഈ ഫാസിസം എപ്പോഴും നിലനിൽക്കുന്നത് ഒരു ആശയത്തിൻ്റെ അടിത്തറയിലല്ല. ഫാസിസം നിലകൊള്ളുന്നത് എപ്പോഴും ഒരു ശത്രുവിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. തീവ്രവാദം എപ്പോഴും നിലകൊള്ളുന്നത് ഒരു ശത്രുവിനെ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ നിലനിൽപ്പില്ല. എക്സാമ്പിൾ, ഇത്തരം തീവ്രവാദ സംഘടനകളും സംവിധാനങ്ങളും 1925 രൂപം കൊള്ളുന്ന ഘട്ടത്തിൽ നാഗ്പൂരിലും മറ്റും മുസ്ലിങ്ങളുടെ എണ്ണം തീരെ കുറവാണ്. പക്ഷെ അന്ന് ഇത്തരം തീവ്രവാദ ചിന്തകൾ പ്രചരിപ്പിച്ച ആളുകൾ പറഞ്ഞത്, നമ്മൾ വളരണമെങ്കിൽ മുസ്ലിങ്ങൾ നമുക്കെതിരാണ് എന്ന ഒരു ചിന്ത കൊടുത്തെങ്കിലേ നമ്മുടെ സമൂഹത്തെ ഏകീകരിക്കാൻ സാധിച്ചു. കേരളത്തിലേക്ക് വന്നപ്പോൾ സ്ഥിതി മറ്റൊന്നായി. കാരണം ഇന്നിവിടെ ഒരു മതത്തെ വളർത്താൻ, ഒരു രാഷ്ട്രീയത്തെ വളർത്താൻ ബഹുമാന്യരായ മുസ്ലിം സഹോദരങ്ങളെ ആരെങ്കിലും ലക്ഷ്യമിട്ട് ശത്രുപക്ഷത്തെ നിർത്തിക്കൊണ്ട് ഒരു വിചാരണ ചെയ്താൽ അവർക്കതിനെ നേരിടാൻ വേണ്ട സൗകര്യങ്ങളും സംവിധാനങ്ങളുമുണ്ട്. സംഘടിത മതങ്ങൾക്കെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തരം കക്ഷികൾ നോക്കുമ്പോൾ ഏറ്റവും ദുർബലരായൊരു സമൂഹം പെന്തക്കോസ്താണ്. പെന്തക്കോസ്തരെ ശത്രുപക്ഷത്ത് നിർത്തിക്കഴിഞ്ഞാൽ അവർ തിരിച്ചടിക്കില്ല, അടികൊണ്ട് തിരിച്ചു പോകും. ഭീഷണിക്ക് മുമ്പിൽ അവർ തോറ്റുമടങ്ങും. അവരെ ഉപദ്രവിക്കാൻ എളുപ്പമാണ്. അതൊരു പരിധിവരെ സത്യമാണ്. ആ തികഞ്ഞ സത്യത്തെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. മറിച്ചൊരു കാര്യം പറയാം. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞങ്ങൾ പെന്തക്കോസ്തർ ഇത്തരമൊരു പൊതു സ്ഥലങ്ങളോ പൊതുവിടങ്ങളോ കയ്യേറിക്കൊണ്ട് മതപ്രചരണം നടത്തുന്ന രീതികൾ കണ്ടിട്ടുണ്ടോ? പൊതുജനങ്ങൾക്ക്
ബുദ്ധിമുട്ടുളവാക്കും വിധമുള്ള ഏതെങ്കിലും ആത്മീയ പ്രചരണങ്ങളിൽ ഞങ്ങൾ ഏർപ്പെടുന്ന കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീടുകളിലേക്ക് വന്ന് ഞങ്ങൾ ലഘുലേഖകൾ തന്നിട്ടുണ്ട്. സത്യമാണ്. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലും വന്നിട്ടുണ്ട്. ഉത്സവ കമ്മിറ്റികൾ ആഘോഷത്തിന് വന്നിട്ടുണ്ട്. സ്നേഹപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ട്. അതല്ലേ പരസ്പര സ്നേഹം. നാളെയും നിങ്ങൾ ഉണ്ടാകണം. ഞങ്ങളുടെ വീടുകളിലേക്ക് സ്വാഗതം. തിരിച്ചൊന്നുകൂടി പറയാം, നിങ്ങളുടെ ലഘുലേഖകളോ പ്രസിദ്ധീകരണങ്ങളോ എന്തുണ്ടെങ്കിലും എത്ര കെട്ടുകഴിഞ്ഞ് തന്നേക്ക്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടു. ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് പോയാൽ ഞങ്ങൾക്ക് പ്രതിഷേധമൊന്നുമില്ല, ഒരു പ്രതിഷേധവും ഇല്ല. അങ്ങനെ ആശങ്കപ്പെട്ട് വളർത്തുന്നൊരു മാർഗമൊന്നും അല്ലിത്. ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ മാർഗമാണ്. ഒന്നുകൂടെ ഈ ബംഗാളി ഭാഷയിലേക്ക് രാമായണവും മഹാഭാരതവും പരിവർത്തനം ചെയ്ത ആരാന്നറിയോ? വില്യം കേറിയ. ബംഗാളി വായിക്കുന്ന മഹാഭാരതവും രാമായണവും വിവർത്തനം ചെയ്തത് വില്യം കേറിയാണ്. വില്യം കേറി വിവർത്തനം ചെയ്തു എന്ന് പറഞ്ഞ് അന്നാരും ക്രൈസ്തവരാരും വില്യം കേറി ആക്രമിക്കാൻ ചെന്നില്ല. ഈ സമയം കൂടെ ബൈബിൾ പഠിച്ചാൽ പോരെ, നിങ്ങളെന്തിനും ആവശ്യമില്ലാത്തതിന് പോകുന്നതെന്ന് ചോദിച്ചില്ല. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക ചെയ്തേ. തിരിച്ചും പറയാം, നമ്മുടെ പൂർവികരാരും ഇങ്ങനെ ആയിരുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞത് നിർത്തിക്കൊള്ളാം. കേരളത്തിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ ബൈബിളുണ്ട്. വില്യം കേറി രാമായണവും മഹാഭാരതവും ഒക്കെ വിവർത്തനം ചെയ്തപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ ബൈബിൾ ഞങ്ങൾക്ക് തന്നത്, മലയാളത്തിലാക്കി തന്നത് ഈ രാജ്യത്തിലെ ഹൈന്ദവ സഹോദരന്മാരാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് സഹകരിച്ച് പോകേണ്ടതുണ്ട്. മഹാഭൂരിപക്ഷം ഹൈന്ദവ സഹോദരന്മാരും അങ്ങനെ ഉള്ളവരുമാണ്. അവരുടെ സ്നേഹവും പരിഗണനയും ഒക്കെ ആണ് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം. അപ്പോൾ ഏതാണ്ട് 1800-കളിൽ നമുക്കൊരു ബൈബിൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച്, ബൈബിളിൻ്റെ പരിഭാഷ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് സെനറ്റ് ഓഫ് സെറാംപൂർ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന ക്ലോഡിയസ് ബുക്കാനൻ ഇവിടെ വന്ന് ദിവനാസ്യോസ് ആറാമനെ സമീപിച്ചു. സുറിയാനി സഭയുടെ മേലധികാരി. അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ സുറിയാനി ഭാഷയിൽ മാത്രം വായിച്ചാൽ ആർക്കും മനസ്സിലാവില്ല. അതാണ് അതിൻ്റെ ശക്തി. ആർക്കും മനസ്സിലാകുന്നില്ലെന്നുള്ളതാണ് അതിൻ്റെ ശക്തി. അതുകൊണ്ട് ഇത് ജനങ്ങൾക്ക് മനസ്സിലാകണം. അതുകൊണ്ട് ഇത് പരിഭാഷ വേണം. അപ്പോൾ അടുത്തൊരു അപകടം, ഇത്തരൊരു സുറിയാനി ഭാഷയിലെ ബൈബിൾ കിട്ടണമെങ്കിൽ എളുപ്പമല്ല. അന്ന് റാന്നിയിലെ സെൻറ് തോമസ് വലിയ പള്ളിയിൽ മാത്രമാണ് മധുവയ്ക്കകത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുക. അടുത്തോണ്ട് വന്നു, പരിഭാഷ തുടങ്ങി. ആ പരിഭാഷയാണ് ബൈബിളിൻ്റെ ആദ്യത്തെ പരിഭാഷ. ആദ്യത്തെ 4 പുസ്തകങ്ങൾ, മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാനും. ആ പരിഭാഷയ്ക്കൊരു തമിഴ് ചുവ ഉണ്ടായിരുന്നു. അതിൽ തമിഴ് ചുവയുള്ള മലയാളത്തിൽ എഴുതി അബ്രഹാം ഇസ്ഹാക്കിനെ പെറ്റാൻ ജനിപ്പിച്ചു എന്നുള്ളതാണ്. ഇസ്ഹാക്ക് യാക്കോബിനെ പെറ്റാൻ. ഈ ഭാഷയുടെ അപര്യാപ്തത നിമിത്തം ആളുകൾ പറഞ്ഞു ഇതൊരു സുഖമുള്ള ഏർപ്പാടല്ല. സായിപ്പിന് മനസ്സിലായി ഇതൊരു സുഖമുള്ള ഏർപ്പാടല്ല. അദ്ദേഹം ഒന്ന് മനസ്സിലാക്കിയത്, നമ്മൾ ക്രൈസ്തവരെ ഇത് പരിഭാഷപ്പെടുത്താൻ ഏൽപ്പിച്ചാൽ അതൊരു നല്ല പണിയല്ല. ഭാഷയിൽ നല്ല പ്രാവീണ്യമുള്ള ആളുകളെ തേടി നടന്നപ്പോൾ നമ്മൾ പോയി ഡിപ്പെൻഡ് ചെയ്തത് നല്ല ലക്ഷണമൊത്ത ഭാഷാ പരിജ്ഞാനമുള്ള സംസ്കൃത മലയാള പണ്ഡിതന്മാരെയായിരുന്നു. അദ്ദേഹം ബെഞ്ചമിൻ ബെയ്ലിയിലേക്ക് കാലത്തിലേക്ക് എത്തുമ്പോൾ ബെഞ്ചമിൻ ബെയ്ലി കൊച്ചിയിൽ സ്ഥിരതാമസക്കാരനായ മോസസ് ഇസാർഫതി എന്ന ഒരു യഹൂദനെയും അക്കൂടെ വൈദ്യനാഥ അയ്യർ എന്ന ഒരു മഹാനുഭവനെയും ചാത്തുമേനോൻ എന്ന ഒരു മേനോനെയും ചേർത്താണ് ബൈബിള് പരിഭാഷ തുടങ്ങുന്നത്. ഇതിൽ ചാത്തുമേനോൻ അഗാധ പാണ്ഡിത്യം മലയാളത്തിലും ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും തമിഴിലും ലാറ്റിനിലും ഒക്കെ ഉള്ള ഒരാളായിരുന്നു. അറിയാമെന്നല്ല, നല്ല പാണ്ഡിത്യം. ഫീസുമൊക്കെ പറഞ്ഞൊത്തു കൊണ്ടുവന്നു. ഉണ്ണായി വാര്യരുടെയും മറ്റും കൃതികളിൽ അവഗാഹ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിത്വം. ഭാഷാപ്രയോഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നാവിലൂടെ സ്ഫുരിക്കുന്ന അക്ഷര ശ്ലോകങ്ങളും മറ്റും, അതിൻ്റെ നിർഗളിതമായ ആ പ്രളയത്തിൽ നമ്മളൊക്കെ സന്നിവേശിക്കപ്പെട്ട് കഴിയും. അത്ര ഊർജ്ജസ്വലനായ ഒരു മലയാള പ്രഭാഷകൻ കൂടിയായിരുന്നു അദ്ദേഹം. ഒരു വലിയ സരസ്വതീ പൂജകനായിരുന്നു. സരസ്വതിയെ പൂജിച്ച് തുളസി കതിരണിഞ്ഞ് ചന്ദനക്കുറി പൂശി അദ്ദേഹം പ്രാർത്ഥനയ്ക്കിരിക്കും ബൈബിള് പരിഭാഷപ്പെടുത്താൻ. ബൈബിൾ പരിഭാഷപ്പെടുത്താനിരുന്നു. അദ്ദേഹം യേശുവിനെ വിളിച്ചു, യേശു ഭഗവാൻ, ക്രിസ്തു ഭഗവാൻ, അതാ വിളിച്ചേ.
അദ്ദേഹത്തിന് എല്ലാ ദൈവങ്ങളെയും വിശ്വാസമാണ്. അദ്ദേഹം പരിഭാഷ ആരംഭിച്ചു. ഇടയ്ക്കിടയ്ക്ക് പറയും, എനിക്ക് യേശു ഭഗവാനോട് സ്നേഹമാണ്. യഹോവ ഭഗവാൻ എന്നൊരു ഘട്ടത്തിൽ ഉച്ചരിച്ചു. അങ്ങനെ പരിഭാഷപ്പെടുത്തി വരികയാണ്. അദ്ദേഹത്തിൻ്റെ സ്വാധീനത്താലാണ് നമ്മുടെ അപ്പോസ്തല പ്രവൃത്തിയിലും മറ്റും പട്ടണ മേനവൻ എന്നൊരു പദം കാണുന്നത്. അതേ ഒരു മേനോനാണല്ലോ. ഈ മേനോൻ എന്ന് പറയുന്നത് ഒരു നമ്പൂതിരിയുടെ കീഴിൽ ജോലിക്ക് വന്നിട്ടുള്ള നിരവധി നാഗരസിൻ്റെ മേലധികാരി. നമ്മൾ ഈ സെൻട്രൽ വാഷ് എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ മേനവൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എങ്ങനെയാണ് നമുക്കൂടെ മനസ്സിലാകണം. അതിനാണ് ഇത്തരൊരു വേർഷൻ ഉപയോഗിച്ചത്. ഒരു കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരാൾ. അപ്പോൾ ഈ പട്ടണ മേനവൻ എന്നൊരു പദം ഉണ്ടാക്കി. യഥാ മാതാ തഥാ പുത്രി, ഈ പ്രയോഗമൊക്കെ ബൈബിളിൽ കാണാം. അരുണോദയ പുത്രനായ ശുക്ര, നീ വെട്ടേറ്റ് തിലത്ത് വീണതെങ്ങനെ. ഇതൊക്കെ ഭാരതീയമായ പുരാണങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള പദങ്ങളാണ്. അത് സമ്മതിക്കാൻ നമുക്ക് മടിയൊന്നുമില്ല. അങ്ങനെ പരിഭാഷപ്പെടുത്തി അദ്ദേഹം കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വന്നു. ഈ കൊലോസ്യ ലേഖനം മിസ്റ്റർ കരിയെപ്പോലുള്ള ആളുകൾ മനസ്സിലാക്കണം. എങ്ങനെ മതിപരിവർത്തനം നടക്കുന്നു എന്നൊന്ന് മനസ്സിലാക്കാനുള്ള വഴി ശ്രദ്ധിച്ചിരുന്ന മനസ്സിലാക്കും കേട്ടോ. അപ്പോൾ ഈ കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുക, ആരാണ് ഈ ക്രിസ്തു, ആരാണ് ക്രിസ്തു. അതിനു വേണ്ടി മാത്രം എഴുതിയ കൊലോസ്യൻസ്, ലെറ്റർ ടു ദ കൊലോസ്യൻസ്, എപ്പിസൽ ടു ദ കൊലോസ്യൻസ്. കാരണം കൊലോസ്യനിൽ ക്രിസ്തുവിനെ കുറിച്ച് ഒത്തിരി ആശങ്ക തോന്നി. ആരാണ് ഈ ക്രിസ്തു? ചില ആളുകൾ ഈ ഭക്തിയുടെ തീവ്രത കൊണ്ട് പറഞ്ഞു, ക്രിസ്തു ഒരു മനുഷ്യനൊന്നുമല്ല. യേശു ക്രിസ്തു നടന്നു പോകുന്ന വഴിയിൽ കാൽപാദം പതിയില്ല. എന്താ കാര്യം? യേശുവിൻ്റെ ശരീരം ഉണ്ടെന്ന് തോന്നിപ്പിച്ചതേ ഉള്ളൂ. യേശു ഫാൻഡം കണക്കായിരുന്നു, ഈ മായാവി എന്നൊക്കെ പറയും പോലെ. അങ്ങനെയല്ല. കൊലോസ്യൻ ഹെറസി എന്ന് പറയുക. കൊലോസ്യൻ ഹെറസിയെ തിരുത്താൻ വേണ്ടിയിട്ട് അപ്പോസ്തലൻ എഴുതിയ കൃതിയാ കൊലോസ്യർക്കെഴുതിയ ലേഖനം. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ എഴുതി, കൊലോസ്യരെ, ആരാണ് ക്രിസ്തു? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, സകല സൃഷ്ടിക്കും ആദ്യജാതൻ. വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തിരം ഉളവായി. അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഇതാ സുവിശേഷം, ഇതാ പെന്തക്കോസ്തിൻ്റെ നിലപാട്, ഇതാണ് ഞങ്ങളുടെ നയം. പ്രാണനുള്ളിടത്തോളം, ജീവശ്വാസമുള്ളിടത്തോളം, അവസാന ഘട്ടത്തിലും അമ്മയെന്ന് വിളിച്ചു മരിക്കാനോ വെള്ളം ചോദിച്ചു മരിക്കാനോ താല്പര്യമില്ലാതെ പ്രാണൻ വിടുന്ന ഘട്ടത്തിലും ഉലകത്തോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കും, മറ്റൊരുത്തല്ലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. ഈ യുഗപുരുഷനെ കർത്താവും രക്ഷിതാവുമായി ഉലകത്തോട് അവതരിപ്പിക്കുന്ന വേർപെട്ട സമൂഹത്തിന്റെ പേരാണ് പെന്തക്കോസ്ത്. ആ പ്രസംഗമാണ് ഞങ്ങളുടെ സംസ്കാരം. ചാത്തുമേനോൻ ഈ ഭാഗം വായിച്ചിട്ട് ചിന്താക്കുഴപ്പത്തിലെത്തി. പരിഭാഷ നിർത്തിവെച്ചു. രാത്രി അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. നേരം വെളുക്കുമ്പോഴേക്കും ക്രിസ്തു ചൈതന്യം അദ്ദേഹത്തെ ഭരിച്ചു. അദ്ദേഹം തൻ്റെ സ്നേഹിതനായ ജോസഫ് ഫെന്നോട് പറഞ്ഞു, സാർ, എനിക്ക് സ്നാനമേൽക്കണം, എനിക്ക് യേശുവിനെ പ്രസംഗിക്കണം, എനിക്ക് യേശുവിൻ്റെ മകനാകണം, യേശുവിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിച്ചു. വിട്ടുവീഴ്ചയുള്ളൊരു മറുപടിയല്ല കിട്ടിയത്. മിസ്റ്റർ മേനോൻ, ഇത് കട്ടിപ്പണിയാ, കുടുമെടുക്കണം, ജാതിവാലികൾ വെക്കാൻ പാടില്ല. മിസ്റ്റർ മേനോൻ, പുകവലിക്കുമെങ്കിൽ കളയണം. മിസ്റ്റർ മേനോൻ, വിഗ്രഹാരാധന പാടില്ല. മിസ്റ്റർ മേനോൻ, സാമൂഹിക പരിഷ്കർത്താക്കളെയും ആദരണരായ നമ്മുടെ പൗരാണികന്മാരെയും ആദരിക്കാം, ആരാധിക്കാൻ പാടില്ല. ഒരുവനെ ആരാധിക്കാവൂ, അത് സകലവും സൃഷ്ടിച്ച ദൈവത്തെ ആയിരിക്കണം. അതൊക്കെ പഠിച്ചിട്ട് പതുക്കെ മതി എന്ന് പറഞ്ഞു. ധൃതി പിടിച്ചു നോക്കിയില്ലെന്ന്. 10 കൊല്ലം സായിപ്പിട്ട് വിഷമിപ്പിച്ചു, പുള്ളി നിൽക്കുമോ എന്നറിയാൻ. അതാ ഞാൻ പറഞ്ഞത്, ഇത് കട്ടിപ്പണിയാൻ സഹോദരന്മാരെ. ഒരുത്തൻ ഓടി വന്നാലൊന്നും പിടിച്ചു നോക്കൂല. കാരണം അവൻ തിരിച്ച് കർവാപ്പസി കേട്ടാൽ തിരിച്ചു പോകും. അതാ കർവാപ്പസി വെച്ചിട്ട് ആൾ വരാൻ എന്താ? ഇവിടെ നിന്നൊന്നും ആരെയും കിട്ടാനില്ല, ഇവിടെ കിടന്ന് അലയേണ്ട സാറേ. മനസ്സിലായില്ലേ? ഞാൻ സാക്ഷാൽ രാഹുലീശ്വരോട് ചോദിച്ചല്ലേ,
രാഘുലീശ്വരോട് സംവാദത്തിൽ ചോദിച്ചു, അനിൽ കൊടുത്തോട്ടുന്ന ഈ മനുഷ്യന് വരാൻ താല്പര്യ? വരാന്തേ, ഞാൻ മടങ്ങി വന്നാൽ നിങ്ങളെന്നെ ആരാക്കുന്ന? ബ്രാഹ്മണനാക്കോ, ക്ഷത്രിയനാക്കോ, വൈശ്യനാക്കുമോ, ശൂദ്രനാക്കോ? പറ. ഇത് എൻ്റെ മാത്രമല്ല, ലക്ഷക്കണക്കിനായി വരുന്ന മതം പരിവർത്തനം ചെയ്തവന്റെ ചോദ്യമാ. ഇതിന് മറുപടിയൊക്കെ കണ്ടെത്തിയിട്ട് വാ. താത്വിക മറുപടി, അല്ല തല്ലും കൊല്ലുമൊന്നുമല്ല കാര്യം, ആയുധമൊന്നുമല്ല കാര്യം. ഇതൊക്കെ പോയി പരിഹരിക്കുക. ചുരുക്കത്തിൽ ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ ചാത്തുമേനോൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിമജ്ജന സ്നാനം കൈക്കൊണ്ട് യേശുവിനെ പ്രസംഗിച്ചു. അദ്ദേഹം തൻ്റെ പേരങ്ങ് മാറി. അദ്ദേഹം തൻ്റെ ഗുരുവിൻ്റെ പേര് സ്വീകരിച്ചു, ജോസഫ് ഫെൻ. ഈ ഫെൻ പിൽക്കാലത്ത് ഇവിടെ പ്രവൃത്തിയാരും കളക്ടറും ഒക്കെ ആയിട്ടിരുന്നു കോട്ടയത്ത്. ഈ ഫെൻ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് പേരിനൊപ്പം പിള്ള എന്ന് പേരുള്ള ക്രിസ്ത്യാനികൾ. ചാക്കോ പിള്ള, ചാണ്ടപ്പിള്ള, പൈലിപ്പിള്ള, കുഞ്ഞൻ പിള്ള, തൊമ്മൻ പിള്ള എന്നൊക്കെ കേട്ടാൽ ഓർത്തോണം, നായരെ ഞങ്ങൾ മുക്കിപ്പൊക്കി. ഈ കൈ അതിനുവേണ്ടിയുള്ളതാരും മാറ്റമൊന്നുമില്ല. ആര് വരുമോ അവർക്കുള്ളതാ. സാക്ഷാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറ് വന്നാലും ഞാൻ പറയും മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല, അത് യേശുവിൻ്റെ നാമം. സാറ് മനസ്സുണ്ട്, സ്വീകരിക്കുക. ഇത്രയുള്ള കാര്യം. മനസ്സിലായില്ലേ? ഇത്ര ലളിതമായൊരു കാര്യമല്ലേ? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ തള്ളിക്കള. ഒരു ലഘുലേഖ നിങ്ങളുടെ മുമ്പിലേക്ക് വച്ചു നീട്ടുന്ന ആളിനെ നിങ്ങൾ കൈക്കൊള്ളാനോ സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ സാവകാശമുണ്ടല്ലോ ഈ രാജ്യത്ത്. ഒരു മിനിറ്റ് കൂടി നിർത്തിക്കൊള്ളാം. അവിടെ ഒരു ചോദ്യം അവശേഷിക്കുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഞങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ഒരു കാര്യം, തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്കെതിരെ നടപടിയെടുക്കണം. ഒരു വിട്ടുവീഴ്ചയില്ല കാര്യത്തിൽ. നിയമവിരുദ്ധമായി ഞങ്ങൾ പ്രസംഗിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അത് കേസെടുക്കാനുള്ള അവകാശമുണ്ടല്ലോ, എടുക്കണം. പക്ഷെ ഒരു ചോദ്യം, ഞങ്ങളെ വഴിതടയാനും ഈ സർജിക്കൽ വാർഡിൽ കിടത്താനും ഒക്കെ നിങ്ങൾക്കാരാ അധികാരം തന്നെ? അതേത് വകുപ്പ് ഭരണഘടനയുടെ? നിങ്ങൾ ആലോചിക്കുക. ഞാനിവിടെ ഓർക്കുന്നൊരു കാര്യം, ഗണ്യമായ ഭൂരിപക്ഷത്തിലാണ് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി അധികാരമേറ്റ് സത്യപ്രതിജ്ഞ ചെയ്തത്. എല്ലാത്തരം പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടൊരു പുതിയ ഭരണവ്യവസ്ഥിതി നമ്മുടെ രാജ്യത്ത് വന്നു. ആ സത്യപ്രതിജ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ വിനയാന്വിതമായ വാക്കുകൾ നിങ്ങൾ കേട്ടോ? എത്ര വിനയാന്വിതനായിട്ടാണ് സംസാരിക്കുക. ആ വിനയം പകർത്തേണ്ട ആവശ്യകത അദ്ദേഹത്തിൻ്റെ അനുഗാമികൾക്കുണ്ട്. ഞാൻ പറയട്ടെ, ഞങ്ങൾ ഈ പുസ്തകത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരല്ല. ഞങ്ങളുടെ സ്വാഗത പ്രസംഗകൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കട്ടുമില്ല. പക്ഷെ ഒരു കാര്യം, ഞങ്ങൾ ജനിച്ചു വളർന്ന ഈ രാജ്യത്ത് ഞങ്ങൾ മനസ്സിലാക്കിയ ഈ സുവിശേഷം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നിർമ്മലവചനം, ഈ രാജ്യത്തോട് പ്രസംഗിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം ആരുടെയും ഔദാര്യമായിരിക്കുന്നില്ല. അത് ഭരണഘടനാദത്തമാണ്. അത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും. ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. അത് ഒരു വിധത്തിലും മാറ്റം വരുത്താൻ കഴിയുന്ന ഒന്നല്ല. എന്ന് വെച്ചാൽ ഞങ്ങളുടെ അധ്യക്ഷ പ്രസംഗത്തിൽ ഉറപ്പിച്ചല്ലോ, വചനം പറയുന്ന ഇങ്ങനെ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളോടും ഈ സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവരെ ശിഷ്യനാക്കുവാൻ വേണ്ടി അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം. ഇതാ ക്രിസ്തീയതയുടെ ആധാരം. ആ പ്രവൃത്തി തുടരേണ്ടതുണ്ട്. ആ പ്രവൃത്തി ഇല്ലെങ്കിൽ ഞങ്ങളില്ല. അതാണ് ഞങ്ങളുടെ അസ്തിത്വം. അതാണ് ഞങ്ങളുടെ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം. ആ പ്രവൃത്തി ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ്, ഈ പ്രോഗ്രാം ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ്. ഈ പ്രോഗ്രാം ചില സന്ദേശങ്ങളെ ലോകത്തിന് നൽകുകയാണ്. ഇത്തരമൊരു പ്രോഗ്രാം നിർവഹിക്കാൻ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി വന്നത് വാട്സാപ്പിൽ അയച്ചൊരു മെസ്സേജാണ്. ഈ ഒറ്റ മെസ്സേജ് ഈ പോലീസ് ഗ്രൗണ്ടിൽ ഇരിക്കാൻ ഇടമില്ലാത്ത വിധം ആളുകളെ ഇങ്ങനെ ഇവിടെ കൂട്ടിയോജിപ്പിച്ചെങ്കിൽ വരും കാലഘട്ടത്തിൻ്റെ പെന്തകോസ്തിൻ്റെ ശക്തി ഏറ്റവും സുശക്തമായി ഞങ്ങൾ ഈ രാജ്യത്തോട് ഒരിക്കൽ കൂടി ആവിഷ്കരിക്കാൻ ഒരുമ്പെട്ടാൽ നാളെയുടെ ഭാരതത്തിൻ്റെ ചരിത്രം മറ്റൊന്നായിരിക്കും. അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങളുടെ പൂർവികർ ഈ വഴിത്താരയിൽ തല്ലുവാങ്ങിയിട്ടുണ്ട്. അവർ പ്രാണൻ ഇവിടെ പൊലിഞ്ഞു വീണിട്ടുണ്ട്. അവരെ പിടിച്ചടിച്ചുപദ്രവിച്ചോടിച്ചിട്ടുണ്ട്. ഉച്ചഭക്ഷണം കഴിക്കാൻ നിർവാഹമില്ലാതെ വഴിയിൽ കൂടി പോയവനെ വിദേശ ഫണ്ട് വരുത്തുന്നു എന്ന പേരിൽ ആക്ഷേപിച്ചടച്ചിട്ടുണ്ട്. അതിന് ഭരണകൂട സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരാം, ഈ കൈ നിങ്ങൾക്ക് നേരെ ഒരിക്കലും ഉയരില്ല. യേശു നിമിത്തം ഈ ക്രൂശിച്ച കൈ ഉയരണമെങ്കിൽ അത് നിങ്ങളെ സ്നാനപ്പെടുത്താൻ വേണ്ടിയാ, വേറൊന്നിനും ഉയരില്ല. ഈ കൈ അതിനുള്ളതാ, അതിനുവേണ്ടി മാത്രമേ ഉയരൂ.
അത് മാത്രമേ ഇവിടെ സംഭവിക്കൂ. അതുകൊണ്ടൊന്ന് പറഞ്ഞിങ്ങനെ ബോധ്യപ്പെടുത്തട്ടെ. ഈ ഘട്ടത്തിൽ ഭയവും ഭീരുത്വമുള്ളവർക്കൊന്നും പറ്റിയ ജോലിയല്ല ക്രിസ്തീയ സേവനം. ഞാൻ ഇന്നലെ ഇതുപോലൊരു സമ്മേളനത്തിൽ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചുള്ള ഈ സ്വർഗപ്രാപ്തിക്ക്, സ്വർഗമാണല്ലോ എല്ലാവരുടെയും ചിന്താവിഷയം മതങ്ങളുടെയൊക്കെ, സ്വർഗപ്രാപ്തിക്ക് ഏറ്റവും തടസ്സമുള്ള ഒരു കാര്യം ഒന്നാമതായിട്ട് ലിസ്റ്റിൽ പറയാം. ഹിറ്റ് ലിസ്റ്റിലെ ഒന്നാമത്തെ വാക്ക് ഭീരുക്കൾ. ഒരുത്തനിവിടെ ഭീരുവായിട്ടിരുന്നോ, നീ സ്വർഗത്തിൽ പോകില്ലെന്നാണ് പറഞ്ഞു. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ. അതുകൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ വരുന്നൊരു യോഗത്തിൽ ഒരു യോഗം കലക്കി എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും തീരാൻ പോകുന്ന സാധനമല്ല. നീ അഡ്രസ്സ് പഠിക്ക്, നീ ചരിത്രം പഠിക്ക്, ഞങ്ങൾ ആരാണെന്ന് പഠിക്ക്. 10 റോമൻ ചക്രവർത്തിമാർ 300 കൊല്ലം കൊണ്ട് ആയുധമെടുത്ത് ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച മാർഗമാണ് സുവിശേഷത്തിൻ്റെ മാർഗം. 10 റോമൻ ചക്രവർത്തിമാർ തീച്ചുളയിലിട്ട് കൊല്ലാൻ ശ്രമിച്ച മാർഗമാണ്, വിശക്കുന്ന സിംഹങ്ങളുടെ എറിഞ്ഞു കൊടുത്ത് തകർക്കാൻ ശ്രമിച്ച മാർഗമാണ് സുവിശേഷത്തിന്റെ മാർഗം. ആറ്റിക് പർവ്വതനിര മുതൽ ആൽസ് പർവ്വതം വരെ 5000 മൈൽ വീതിയിൽ, അറ്റ്ലാന്റിക് മുതൽ മെഡിറ്ററേനിയൻ വരെ ഏതാണ്ട് 6000 മൈൽ നീളത്തിൽ വിസ്തൃതമായി കിടന്ന റോമൻ സാമ്രാജ്യം 300 കൊല്ലം ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ ഒറ്റ കൗൺസിൽ കൊണ്ട്, ഒറ്റ ആലോചനാ യോഗം കൊണ്ട് റോമൻ സർവാധിപത്യത്തിന്റെ കൊടിക്കൂറ താഴ്ത്തിക്കെട്ടി സുവിശേഷത്തിന്റെ വിളംബര ഉലകത്തോട് പ്രസ്താവിച്ച് ഈ സുവിശേഷം യൂറോപ്പിന്റെ മണ്ണിലെങ്ങും വിരിയിച്ച മാർഗമാണ് ഈ ബൈബിളിന്റെ മാർഗമെങ്കിൽ ഞങ്ങളിതാ ഈ പൊതുജന സമക്ഷം ഇവിടെ വച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നു, ഞങ്ങൾ യേശു നിമിത്തം ജീവിക്കാൻ വന്നവരല്ല, യേശുവിന് വേണ്ടി മരിക്കാൻ. ഈ സന്ദേശം നിർത്തുമ്പോൾ ഒരു കാര്യം ഞങ്ങൾ വിളിച്ചു ചോദിക്കുന്നു, ഈ സുവിശേഷത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി, അവിടുത്തെ മഹത്തരമായ രാജ്യത്തിന് വേണ്ടി ആയുധം കയ്യിലെടുക്കാതെ, തിരിച്ചടിക്കാതെ, യുദ്ധം ചെയ്യാതെ സ്വന്തം പ്രാണനം വെച്ചുകൊടുത്തിറങ്ങിത്തിരിക്കാൻ മനസ്സുള്ള ഒരു ജനതയുടെ ആവിർഭാവം കാലഘട്ടത്തിന്റെ ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, കയ്യിൽ കരവാളെന്തിക്കൊണ്ട് കരുത്തറത്ത് ചിഹ്നഭിന്നമാക്കാൻ അടുത്തു വരുന്നവനും കരങ്ങളുയർത്തി സ്വീകരണം നൽകുന്ന, ആശംസകർപ്പിക്കുന്ന ഒരൊറ്റ മാർഗം യേശുക്രിസ്തുവിന്റെ മാർഗം. ആ മഹത്തര നാർമത്തെയും അതിന്റെ ചിന്താഗതികളെയും അതിന്റെ സാരാംശമായ യേശുക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുന്നു, ഇതാണ് മനുഷ്യരാശിക്ക് ദൈവം നൽകിയ രക്ഷയുടെ വാഗ്ദത്തം. അതാണ് പെന്തക്കോസ്തിന്റെ നയം, അതാണ് പെന്തക്കോസ്തിന്റെ വിശദീകരണം. ഞാൻ ഇവിടെ ഉപസംഹരിക്കുമ്പോൾ യേശുവിനെ പ്രസംഗിക്കാൻ അവസാന ശ്വാസം വരെ ഈ കണ്ടത്തിൽ ഇനിയും അതിൻ്റെ സ്വനഗ്രാഹികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ കാലം വരെ, അല്ലല്ല കണ്ണടയും വരെ, അവസാന ശ്വാസത്തിലും ഞാൻ യേശുവിനെ പ്രസംഗിക്കും, യേശുവിനായി നിലകൊള്ളും എന്ന് ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് മാത്രം സമർപ്പണവും താല്പര്യമുള്ള ജനത മാത്രം കൈ ഉയർത്തി, ആ കരങ്ങൾ ഉയർത്തി യേശുവിനെ അകത്തർപ്പിച്ചട്ടെ. ഉയർത്തപ്പെട്ട കരങ്ങൾ ഈ കോട്ടയം പട്ടണത്തെ ഒരു കാര്യം പഠിപ്പിക്കുന്നു, സുവിശേഷം അജയ്യമാണ്. അതിൽ വിരാജിക്കുന്ന യേശുവെന്ന യുഗപുരുഷൻ കാലത്തിന്റെ നിർവചനമാണ്. അത് മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് പാത്രീഭൂതനാണ്. യേശുവിനെ നിഗമിപ്പാൻ, യേശുവിനായി ജീവിപ്പാൻ ഈ വചനം കേൾക്കുന്ന ഏവർക്കും അത്യുന്നതൻ സംഗതി ആക്കട്ടെ. ഒപ്പം ഞങ്ങൾ ആരോടും വിരോധിക്കുന്നവരല്ല, ഞങ്ങളെ പിടിച്ചുലച്ചവർക്കും തകർക്കാൻ വന്നവർക്കുമൊക്കെ ദൈവപുത്രന്റെ മാപ്പ്, ദൈവപുത്രന്റെ മാപ്പ്, ദൈവപുത്രന്റെ മാപ്പ്.